പണിമുടക്കുന്ന ജീവനക്കാർക്കെതിരെ കടുത്ത നടപടിയുമായി എയർ ഇന്ത്യ. മുതിർന്ന ജീവനക്കാർ ഉൾപ്പെടെയുള്ളവർക്ക് എയർ ഇന്ത്യ പിരിച്ചുവിടൽ നോട്ടീസ് നൽകി. ജീവനക്കാരുടെ പ്രവൃത്തി ന്യായീകരിക്കാൻ കഴിയില്ലെന്നും മുൻകൂട്ടി നിശ്ചയിച്ച പ്രകാരമാണ് ജീവനക്കാർ കൂട്ടത്തോടെ അവധിയെടുത്തതെന്നും എയർ ഇന്ത്യ വ്യക്തമാക്കുന്നു. അതേസമയം ജീവനക്കാരുടെ സമരം തുടർച്ചയായ രണ്ടാം ദിവസവും യാത്രക്കാരെ വലച്ചു. കണ്ണൂരിൽ നിന്ന് 4 തിരുവനന്തപുരത്ത് നിന്ന് 1 രാജ്യാന്തര സർവീസും ഉൾപ്പെടെ പാർവതി, കഴിഞ്ഞ ദിവസം ഈ ഒരു പണിമുടക്കിനെ തുടർന്ന് വലിയ രീതിയിൽ സർവീസുകൾ റദ്ദാക്കേണ്ട ഒരു സ്ഥിതിവിശേഷം ഉണ്ടായിരുന്നു. തുടർന്ന് കമ്പനി നൽകിയ വിശദീകരണം ഇതായിരുന്നു. അതായത് കൂട്ടത്തോടെ ജീവനക്കാർ മെഡിക്കൽ ലീവ് എടുത്തതിനെ തുടർന്നാണ് ഇത്തരത്തിലുള്ളൊരു സ്ഥിതിവിശേഷം ഉണ്ടായതെന്നുള്ളൊരു വിശദീകരണമായിരുന്നു. അതുകൊണ്ട് തന്നെ ഇതിൽ ടിക്കറ്റ് എടുത്തവർക്ക് അവർക്ക് മുഴുവൻ തുക നൽകാമെന്നും ഒപ്പം തന്നെ പിന്നീട് ഏതെങ്കിലും ദിവസം സർവീസിൽ ഉൾപ്പെടുത്താമെന്നുള്ള ഒരു വിശദീകരണമായിരുന്നു കഴിഞ്ഞ ദിവസം കമ്പനിയുടെ ഭാഗത്തുനിന്ന് വന്നിരുന്നതെങ്കിൽ ഇന്നും സമരം തുടരുന്ന പശ്ചാത്തലത്തിൽ കൂടിയാണ് ഇപ്പോൾ ജീവനക്കാർക്കെതിരെ കടുത്ത നടപടികളിലേക്ക് കമ്പനി അധികൃതർ കടന്നിരിക്കുന്നത്. ഇപ്പോൾ ഈ ഇന്നലെ ഹാജരാവാതിരുന്ന ജീവനക്കാർക്കെതിരെ എല്ലാം തന്നെ ഇപ്പോൾ പിരിച്ചുവിടൽ നടപടി അതിന്റെ നോട്ടീസ് നൽകിയിരിക്കുന്നു എന്നുള്ളതാണ് ഏറ്റവും ശ്രദ്ധേയമായിട്ടുള്ള കാര്യം. എന്തായാലും ഉച്ചയ്ക്ക് ശേഷം ഗുഡ്ഗാവിൽ ഒരു മീറ്റിംഗ് വിളിച്ചിട്ടുണ്ട് എന്നാണ് മനസ്സിലാക്കുന്നത്. പക്ഷേ അതിലൊരു സ്ഥിരീകരണമില്ല. ഇതിൽ കമ്പനി പറയുന്ന കാര്യം ഇതാണ്: കമ്പനിയുടെ റെപ്യൂട്ടേഷൻ തകർക്കുകയും ചെയ്തു, കൂടാതെ തന്നെ ജീവനക്കാർക്ക് മാനഹാനി ഉണ്ടായി, കൂടാതെ തന്നെ പല ഷെഡ്യൂളുകളും അത് തയ്യാറാക്കിയിരുന്നത് അത് തകർത്തു ഈ ഒരു കൂട്ടൽ അവധിയെടുക്കലിലൂടെ. കൂടാതെ തന്നെ മാനനഷ്ടമുണ്ടായി, ധനനഷ്ടമുണ്ടായി തുടങ്ങിയ കാര്യങ്ങളൊക്കെ തന്നെയാണ് ഈ ഒരു പിരിച്ചുവിടൽ നോട്ടീസിൽ പറയുകയും ചെയ്തിരിക്കുന്നത്. ഇത് ചൂണ്ടിക്കാണിച്ചുകൊണ്ടാണ് ഇന്നലെയും ഇന്നും ഹാജരാവാതിരുന്ന എല്ലാ ജീവനക്കാരെയും പിരിച്ചുവിടുന്ന ഒരു നടപടിയിലേക്ക് ഇപ്പോൾ കമ്പനി കടക്കുകയും ചെയ്തിരിക്കുന്നത്. എന്തായാലും ഇന്നും പണിമുടക്ക് തുടരുന്ന ഒരു പശ്ചാത്തലമാണ്. നിരവധി സർവീസുകൾ റദ്ദാക്കുന്ന ഒരു പശ്ചാത്തലമുണ്ട്. കഴിഞ്ഞ ദിവസം 88ഓളം ആഭ്യന്തര സർവീസുകൾ ഉൾപ്പെടെ റദ്ദാക്കുന്നതാണ് കാണാൻ സാധിക്കുകയും ചെയ്തത്. നിരവധി യാത്രക്കാർ പല എയർപോർട്ടുകളിലും കുടുങ്ങിക്കിടക്കുന്ന സാഹചര്യം ഉണ്ടായിരുന്നു. അതുകൊണ്ട് തന്നെയാണ് ഈ ഒരു കടുത്ത നടപടിയിലേക്ക് ജീവനക്കാർക്കെതിരെ ഇപ്പോൾ കമ്പനി നീങ്ങിയിരിക്കുന്നത് എന്നാണ് മനസ്സിലാക്കുന്നത്. പക്ഷേ ഈ ജീവനക്കാരുടെ ഭാഗത്തുനിന്ന് ഇതുമായി ബന്ധപ്പെട്ട് ഇതുവരെ പ്രതികരണം വന്നിട്ടില്ല. ഒരു മീറ്റിംഗ് അടക്കമുള്ള കാര്യങ്ങൾ, അതായത് ശമ്പള വർധനവുമായി ബന്ധപ്പെട്ടും ഒക്കെ നേരത്തെ തന്നെ ഈ ആവശ്യം കമ്പനി അധികൃതർക്ക് മുന്നിലേക്ക് ഈ ജീവനക്കാർ വയ്ക്കുകയും ചെയ്തിരുന്നു. പക്ഷേ അതൊന്നും തന്നെ പാലിക്കാതെയും ഒപ്പം തന്നെ അതൊന്നും കണ്ടില്ല എന്ന് നടിച്ചതിനെ തുടർന്നാണ് ഈ ഒരു കടുത്ത തീരുമാനത്തിലേക്ക്, സർവീസ് റദ്ദാക്കുന്ന അടക്കമുള്ള നടപടിയിലേക്ക് ജീവനക്കാർ കടക്കുകയും ചെയ്തത്. അതുകൊണ്ടാണ് കമ്പനിയെ ഇപ്പോൾ ചൊടിപ്പിച്ചിരിക്കുന്നത്, കമ്പനി കൊടുത്ത നടപടിയിലേക്ക് നീങ്ങിയും ചെയ്തിരിക്കുന്നത്. എന്തായാലും ഹാജരായിരുന്ന എല്ലാ ജീവനക്കാർക്കും ഇപ്പോൾ പിരിച്ചുവിടൽ നോട്ടീസ് നൽകിയിരിക്കുകയാണ്. മിഥുനൊപ്പം ഈ പരിഷ്കരണ നടപടികളിലാണ് ജീവനക്കാർക്ക് അതൃപ്തിയുള്ളത്. ഇതിൽ ജീവനക്കാരുമായി മാനേജ്മെന്റ് ചർച്ചയ്ക്ക് തയ്യാറായിട്ടുണ്ടോ? പാർവതി, ഞാൻ നേരത്തെ സൂചിപ്പിച്ചപോലെ തന്നെ ഗുഡ്ഗാവിൽ വൈകിട്ടോടെ ഒരു ചർച്ച ഉണ്ട് എന്നാണ് മനസ്സിലാക്കാൻ സാധിക്കുന്നത്. പക്ഷേ അക്കാര്യത്തിലൊരു സ്ഥിരീകരണം വന്നിട്ടില്ല എന്നുള്ളത് തന്നെയാണ്. ജീവനക്കാരും ഇക്കാര്യത്തിലൊരു അനുഭാവപൂർണ്ണമായിട്ടുള്ളൊരു തീരുമാനം അറിയിച്ചിട്ടില്ല എന്നാണ് മനസ്സിലാക്കാൻ സാധിക്കുന്നത്. എന്തായാലും ഈ ചർച്ചയെ സംബന്ധിച്ചുള്ള വിശദാംശങ്ങൾ അല്പസമയത്തിനകം ലഭ്യമാകുമെന്നാണ് അറിയിച്ചിരിക്കുന്നത്. പക്ഷേ കമ്പനി അധികൃതർ നേരിട്ട് തന്നെ ഇന്ന് ഈ ഒരു കഴിഞ്ഞ ദിവസത്തെ നടപടിയെ പ്രതിഷേധിച്ചുകൊണ്ട്, അല്ലെങ്കിൽ ആ പ്രതിഷേധിച്ച എല്ലാ ജീവനക്കാർക്കും പിരിച്ചുവിടൽ നോട്ടീസ് നൽകാനുള്ള ഒരു തീരുമാനത്തിലേക്ക് നേരിട്ടെത്തുകയായിരുന്നു. യാതൊരുവിധ ചർച്ചകൾക്കും ഇതിനു മുമ്പ് നടത്താതെയാണ് ഇത്തരത്തിലൊരു തീരുമാനത്തിലേക്ക് എത്തിയിരിക്കുന്നത്. എന്തായാലും ജീവനക്കാരുടെ ഭാഗം കൂടി കേൾക്കേണ്ടതായിട്ടുണ്ട്. അതുകൊണ്ട് തന്നെ വൈകിട്ട് ഈ ഒരു ചർച്ച ഉണ്ട് എങ്കിൽ അക്കാര്യത്തിലൊരു തീരുമാനത്തിലേക്ക് വരും. ഈ പിരിച്ചുവിടൽ നടപടി പിന്മാറുമോ, അതോ മറ്റേതെങ്കിലും നടപടിയിലേക്ക് നീങ്ങുമോ, അല്ലെങ്കിൽ ഇതിൽ തന്നെ തുടരുമോ കമ്പനി എന്നുള്ളതൊക്കെ തന്നെ ആ ചർച്ചയ്ക്ക് ശേഷം മനസ്സിലാക്കാം. ശരി മിഥുൻ, ഡാനി ഇപ്പോൾ ഉണ്ട് കൊച്ചിയിൽ നിന്നും വിവരങ്ങളുമായി. ഡാനി, എയർ ഇന്ത്യ വിമാനങ്ങൾ ഇന്നും റദ്ദാക്കിയിട്ടുണ്ട്. യാത്രക്കാർ അടക്കം വലിയ പ്രതിസന്ധിയിലുമായിട്ടുണ്ട്. ഈ റദ്ദാക്കിയ വിമാനങ്ങൾ ഏതൊക്കെയാണ് കൊച്ചിയിൽ നിന്നും? പാർവതി, ഇന്ന് വിദേശത്തേക്കുള്ള ഒരു സർവീസാണ് റദ്ദ് ചെയ്തതായിട്ട് നമുക്ക് അറിയാനായിട്ട് സാധിക്കുന്നത്. രാവിലെയുള്ള 8:50 പുറപ്പെടേണ്ട കൊച്ചിയിൽ നിന്ന് ബഹ്റിൻ വിമാനമാണ് റദ്ദ് ചെയ്തതായിട്ട് ഔദ്യോഗികമായി അറിയിപ്പ് വന്നിട്ടുള്ളത്. മറ്റ് വിമാന സർവീസുകൾ ഉച്ചയ്ക്ക് ശേഷമാണ് 2:15 ദുബായിലേക്കുള്ള സർവീസ് ഉള്ളത്. പിന്നീട് 4 മണിയോടുകൂടി, അങ്ങനെ ആ രീതിയിലാണ് സർവീസ് ഉള്ളത്. അപ്പോൾ രാവിലെയുള്ള സർവീസ് റദ്ദ് ചെയ്യുന്നതായിട്ടുള്ള അറിയിപ്പ് വന്നിട്ടുണ്ട്. അത് നേരത്തെ തന്നെ വിമാനം ടിക്കറ്റ് എടുത്തവർക്ക്, യാത്രക്കാർക്കെല്ലാം തന്നെ അറിയിപ്പ് നൽകിയിട്ടുള്ളതായാണ് മനസ്സിലാക്കുന്നത്. അതുകൊണ്ട് തന്നെ വലിയൊരു തിരക്കിലേക്ക് അല്ലെങ്കിൽ ഒരു പ്രതിഷേധ സാഹചര്യങ്ങളിലേക്ക് നെടുമ്പാശ്ശേരിയിൽ അത്തരമൊരു അന്തരീക്ഷമില്ല എന്നാണ് അറിയുന്നത്. എന്തായാലും ഈ സമരം തുടരുകയാണെങ്കിൽ അത് വലിയ രീതിയിൽ തന്നെ യാത്രക്കാരെ ബാധിക്കുമെന്ന കാര്യത്തിൽ യാതൊരു സംശയമില്ല. പ്രത്യേകിച്ച് കൊച്ചിയിൽ നിന്നടക്കം നിരവധിയായ യാത്രക്കാർ മറ്റ് വിദേശ രാജ്യങ്ങളിലേക്കടക്കം പോകുന്നതിന്, യൂറോപ്യൻ രാജ്യങ്ങളിലേക്ക് അടക്കം പോകുന്നതിനെല്ലാം തന്നെ ഈ ഗൾഫ് മേഖല, പ്രത്യേകിച്ച് ദുബായിലേക്കടക്കം ചെല്ലുകയും അവിടെ നിന്ന് പോകുന്നതും എല്ലാം അങ്ങനെ ആശ്രയിക്കാറുണ്ട്. അപ്പോൾ ആ യാത്രക്കാർ കൂടി വലിയ രീതിയിൽ പ്രതിസന്ധി നേരിടുന്നുണ്ട്.
ഇത് സമരം കുറച്ച് ഇന്ന് ഏതായാലും പൂർണ്ണമായിട്ട് തന്നെയും സമരം ബാധിക്കുമെന്ന് തന്നെയാണ് അറിയാനായിട്ട് കഴിയുന്നത്. ഉച്ചയ്ക്ക് ശേഷമുള്ള സർവീസുകളെയും സമരം ബാധിക്കും. അതും സ്വാഭാവികമായും ക്യാൻസലാകാനുള്ള ഒരു സാധ്യതകളെല്ലാം തന്നെയുണ്ട്. നിലവിൽ ഷെഡ്യൂൾഡ് എന്ന സൈറ്റുകളിൽ കാണിക്കുമ്പോൾ പോലും അത് ഈ സമരം ബാധിക്കാൻ തന്നെയാണ് സജീവമായൊരു സാധ്യതയുള്ളത്. കഴിഞ്ഞ ദിവസങ്ങളിൽ വലിയ രീതിയിലുള്ളൊരു പ്രതിഷേധം അവിടെ ഉണ്ടായിരുന്നു. പിന്നീട് ഇവർക്ക് ടിക്കറ്റ് പുനഃക്രമീകരിച്ചുകൊണ്ടാണ് അടുത്ത ദിവസങ്ങളിലേക്ക് ടിക്കറ്റ് പുനഃക്രമീകരിച്ചാണ് ഇവർക്ക് നൽകിയിരുന്നത്. ആവശ്യമുള്ളവർക്ക് റീഫണ്ട് നൽകുവാനും കമ്പനി സന്നദ്ധത അറിയിച്ചു. അങ്ങനെയാണ് പ്രതിഷേധത്തിന് ഒരു പരിധിവരെയെങ്കിലും ഒരു അയവ് വന്നത്. പക്ഷേ സമരം തീരാതെ ഈ ടിക്കറ്റ് പുനഃക്രമീകരണം കൊണ്ട് യാതൊരു കാര്യവുമില്ല എന്ന് യാത്രക്കാർ തന്നെ ചൂണ്ടിക്കാണിക്കുന്നു. സമരം എന്ന് കഴിയുമെന്ന കമ്പനിക്കും ഉറപ്പ് നൽകാൻ കഴിയാത്ത സാഹചര്യമാണ് നിലവിലുള്ളത്. വലിയ തുകയ്ക്കാണ് വളരെ അത്യാവശ്യമായിട്ട് ഇവിടേക്ക് പുറത്തേക്ക് പോകേണ്ടവർക്ക്, രാജ്യത്തിന് പുറത്തേക്ക് പോകേണ്ടവർക്ക് എൻ്റെ എക്സ്പ്രസ് ടിക്കറ്റ് ബുക്ക് ചെയ്ത യാത്രക്കാർ കൂടിയ തുകയ്ക്കാണ് ഗൾഫ് മേഖലയിലേക്കും മറ്റും ആ ടിക്കറ്റ് വളരെ പെട്ടെന്ന് അവർ സജ്ജീകരിക്കുന്നത്. ഇന്നലെ തന്നെയും അത്തരം യാത്രക്കാരെ നമുക്ക് കാണാമായിരുന്നു. പലർക്കും അതായത് ദിവസങ്ങളിലേക്ക് വിസ കാലാവധി പൂർത്തിയാക്കുന്നവർ, ജോലിക്ക് കയറേണ്ടവർ എല്ലാവരും തന്നെയുണ്ട്. അവർ ഇരട്ടിയിലധികം തുക മുടക്കിയാണ് ഒരു ടിക്കറ്റ് എല്ലാം തന്നെ സംഘടിപ്പിക്കാനൊക്കെ സാധിച്ചത്. അതുകൊണ്ട് വലിയ പ്രതിസന്ധിയിലേക്ക് നീങ്ങുന്നു. ഈ സമരം തുടരുമെന്ന മുന്നറിയിപ്പ് അല്ലെങ്കിൽ സമരം അടുത്ത ദിവസങ്ങളിലേക്ക് ഉണ്ടാകുമെന്ന ഒരു അറിയിപ്പ് കമ്പനിയുടെ ഭാഗത്തു നിന്നുള്ളതും വളരെ ആശങ്കയോടുകൂടിയാണ് യാത്രക്കാർ കാണുന്നത്. പാർവതി, ഡാനി, ഈ വിമാനങ്ങൾ റദ്ദാക്കുന്നത് സംബന്ധിച്ച് യാത്രക്കാരെ മുൻകൂട്ടി അറിയിച്ചിരുന്നോ? ഇന്ന് ഇത് സംബന്ധിച്ച് എന്താണ് അറിയുന്നത്? നിലവിൽ എയർ ഇന്ത്യ എക്സ്പ്രസ് ഒരു ഔദ്യോഗിക സംവിധാനം നിലവിൽ വന്നിട്ടുണ്ട്. അവരുടെ സൈറ്റുകളിൽ കയറി യാത്രക്കാരോട് അവർ ടിക്കറ്റ് ബുക്ക് ചെയ്ത വിമാനം ഏതാണ്, അതിൻ്റെ നമ്പർ നോക്കിക്കൊണ്ട് അതിൻ്റെ ഒരു അപ്ഡേഷൻ അതൊരു 3 മണിക്കൂർ മുമ്പെങ്കിലും ലഭ്യമാകുന്ന രീതിയിലേക്ക് കാര്യങ്ങൾ ക്രമീകരിച്ചിട്ടുണ്ട്. ഇന്നലത്തേതിൽ നിന്നും കുറച്ചുകൂടി വ്യത്യസ്തമാണ് ഇന്നത്തെ സ്ഥിതി. കാരണം യാത്രക്കാർ ഇന്നലെ ചെക്ക് ഇൻ ചെയ്തതിന് ശേഷം ഇത് അറിഞ്ഞവരെല്ലാം തന്നെയുണ്ട്. വളരെ പ്രതിസന്ധിയിലേക്ക് അവരെ മാറുകയും ചെയ്തു. ഇന്ന് കുറച്ചുകൂടി കാര്യങ്ങൾ യാത്രക്കാർക്ക് ഒരു ഇൻഫോർമേറ്റീവ് എന്ന രീതിയിലേക്ക് കാര്യങ്ങൾ മാറിയിട്ടുണ്ട്. അവർക്ക് ഈ ടിക്കറ്റ് നിലവിലത്തെ ഒരു സ്റ്റാറ്റസ്, ഫ്ലൈറ്റ് സ്റ്റാറ്റസ് എന്താണ് എന്ന് അവർക്കറിയാം. ചെക്ക് ചെയ്യുന്നതിന് വേണ്ടിയുള്ളൊരു സംവിധാനം വന്നിട്ടുണ്ട്. അത് അവരുടെ സൈറ്റുകൾ, എയർ ഇന്ത്യയുടെ സൈറ്റുകളിലെല്ലാം തന്നെ ഇത് ലഭ്യമാക്കിയിട്ടുണ്ട്. ക്യാബിൻ ക്രൂവിൻ്റെ സമരം ബാധിക്കുന്നുണ്ടെങ്കിൽ അത് വിമാനത്തിൻ്റെ യാത്ര റദ്ദ് ചെയ്യാൻ അല്ലെങ്കിൽ ഡിലേ ആവുന്ന അത്തരം കാര്യങ്ങൾ ഇത് കൃത്യമായി അതിൽ നിന്ന് തന്നെ മനസ്സിലാക്കാൻ സാധിക്കും. അതുകൊണ്ട് യാത്രക്കാരോട് നിർബന്ധമായും തന്നെ ഇത് ചെക്ക് ചെയ്യണമെന്നതാണ് കമ്പനി ഇപ്പോൾ നൽകിയിരിക്കുന്ന ഒരു നിർദ്ദേശം വന്നിരിക്കുന്നത്. അതുകൊണ്ട് വലിയ രീതിയിലേക്ക് ഒരു തിരക്ക് കൊച്ചിയിലടക്കം കുറവാണ്. ശരി ഡാനി പോളാണ് കൊച്ചിയിൽ നിന്ന് വിവരങ്ങൾ നൽകിയത്. ഡാൻ കുര്യനുണ്ട് തിരുവനന്തപുരത്തെ സാഹചര്യം വിശദീകരിക്കാൻ. ഡാൻ, തിരുവനന്തപുരം വിമാനത്താവളത്തിൽ നിന്ന് എത്ര വിമാനങ്ങളാണ് എയർ ഇന്ത്യ എക്സ്പ്രസിന്റെ റദ്ദാക്കിയിട്ടുള്ളത്? വിവരങ്ങൾ. പാർവതി, തിരുവനന്തപുരം രാജ്യാന്തര വിമാനത്താവളത്തിൽ സമാനമായ തരത്തിൽ 3 എയർ ഇന്ത്യ ഫ്ലൈറ്റുകളാണ് റദ്ദാക്കിയതെന്ന ഔദ്യോഗികമായ വിവരമാണ് നമുക്ക് ലഭ്യമാകുന്നത്. ഇന്നലത്തേതിന് സമാനമായി രാവിലെ നിരവധി യാത്രക്കാർ, ഇന്ന് മസ്കറ്റിലേക്ക് ദുബായിലേക്കുമൊക്കെ പോകേണ്ട നിരവധി യാത്രക്കാർ ഇവിടെ എത്തിയിരുന്നു. പക്ഷേ അവരെ അനുനയിപ്പിച്ച് അധികൃതർ തന്നെ, വിമാനത്താവള അധികൃതർ തന്നെ പറഞ്ഞു വിട്ടിരിക്കുകയാണ്. ഇവിടെ ശേഷിക്കുന്ന ചിലർ നമ്മോടൊപ്പം ചേരുന്നു. എവിടെ നിന്നാണ് വരുന്നത്? കന്യാകുമാരി. പേര്? ശിവകുമാർ. എവിടേക്കായിരുന്നു പോകുന്നത്? മസ്കറ്റ്. എന്താണ് നിങ്ങൾക്ക് കിട്ടുക? ഏത് ഫ്ലൈറ്റിനായിരുന്നു? ഒമാൻ ഇന്ത്യൻ എക്സ്പ്രസിന്റെ ആണ് ടിക്കറ്റ്. ഇന്ന് 8:30 പോകാനുള്ളത്. അത് ഇവിടെ വന്നിട്ടാണ് അറിയുന്നത് ക്യാൻസലിനുള്ളത്. പിന്നെ ഇപ്പൊ ചോദിക്കുമ്പോൾ പറയുന്നു 15-ാം തീയതി കഴിഞ്ഞിട്ട് പോവാണ്. 15-ാം തീയതി കഴിയുമ്പോൾ നമ്മള് നാളെ വിസ തീരുവാണ്. നാളെ വിസ കാലാവധി തീരുവാണ്. അതുകൊണ്ട് അവരുടെ അടുത്ത് ചോദിച്ചു വേറെ എന്തെങ്കിലും ഒരു ഫ്ലൈറ്റിൽ ഒരു ടിക്കറ്റ് എടുത്താ ഒമാൻ എയറിലോ. അവർ പറയുന്നത് നിങ്ങൾ നോക്കിയെടുത്ത് പോവാണ് പറഞ്ഞിട്ട്. അപ്പൊ നമ്മൾ നോക്കിയപ്പോ ഇവിടെ ഇരുന്നിട്ട് എവിടെ നോക്കാനായപ്പോ പെട്ടെന്ന് അങ്ങനെ ചോദിച്ച് നിൽക്കുന്നു. അപ്പൊ റീഫണ്ട് ചെയ്യുമോ? എന്തെങ്കിലും പറഞ്ഞു? റീഫണ്ട് 7 ദിവസം കഴിഞ്ഞിട്ട് ചെയ്യാണ് പറയുന്നത്. 7 ദിവസം കഴിഞ്ഞിട്ട് റീഫണ്ട് കിട്ടും. പിന്നെ ഇപ്പൊ എത്ര ആവുന്നോ അതിന് ചെലവ് ചെയ്ത് പോകാൻ പറയുന്നു. നമുക്ക് ഇപ്പൊ ഇവിടെ എയർപോർട്ടിൽ ഇരുന്നിട്ട് ടിക്കറ്റ് എടുക്കാനുള്ള സംവിധാനം ഇല്ലല്ലോ നമ്മുടെ കയ്യിൽ. അപ്പൊ ഞാൻ ചോദിച്ചു നിങ്ങൾ തന്നെ ഒരു ടിക്കറ്റ് എടുത്താൽ പൈസ എത്രയാണ് നമ്മൾ അടയ്ക്കാണ്. അപ്പൊ അവർ പറയുന്നത് അതിനുള്ള ഓപ്ഷൻ അവരുടെ കയ്യിൽ ഇല്ലാണ് പറയുന്നത്. അപ്പൊ ഈ രാവിലെ ഒരു പ്രതിഷേധം ഉണ്ടായിരുന്നു ഇവിടെ? ഒരുപാട് ആൾക്കാരുണ്ട്. ഒരു ഫ്ലൈറ്റിൽ പോകാനുള്ള 180 ആൾ ഇവിടെ ഉണ്ടായിരുന്നു. അവരൊക്കെ 15-ാം തീയതി കഴിഞ്ഞിട്ട് എഴുതി കൊടുത്ത് വിട്ടിരിക്കുകയാണ്. അവർക്ക് സാവകാശമുള്ളവരാ. ഇപ്പൊ നമ്മൾ 3 ആളാണ്. വിസ കാലാവധി തീരുന്ന 3 പേരാണ്. ഇന്ന് നാളെയും പോകാനുള്ളവരാ. ഇപ്പൊ 2 ആൾക്ക് ഇന്ന് അത്യാവശ്യം ഇറങ്ങാനുള്ളവരാ. അവര് അവിടെ നിൽക്കുന്നു.
ഓക്കെ. അപ്പോൾ പാർവതി, അത്തരത്തിലാണ് സാഹചര്യം. അതായത് ഇന്നും നാളെയുമായി വിസ കാലാവധി തീരുന്ന 3 യാത്രക്കാർ, അതിനു പുറമെ മറ്റ് 177 യാത്രക്കാർ, അങ്ങനെ 180 പേരായിരുന്നു രാവിലെ പുറപ്പെടേണ്ടിയിരുന്നത്. പക്ഷേ വിമാനം ക്യാൻസൽ ചെയ്തു, വിമാനം റദ്ദാക്കിയെന്ന വിവരം രാവിലെ മാത്രമാണ് അവർക്ക് അറിയാൻ കഴിഞ്ഞത്. അതുകൊണ്ട് തന്നെയാണ് ഇങ്ങനെയൊരു പ്രതിസന്ധി അവർക്ക് നേരിടേണ്ടി വരുന്നതും. എന്തായാലും തുടർ നീക്കങ്ങൾ എന്താകുമെന്നതാണ് ഇതിൽ ശ്രദ്ധേയം. 15-ാം തീയതി തിരികെ വീണ്ടും പോകുന്നതിന് വേണ്ടി ടിക്കറ്റ് റീഷെഡ്യൂൾ ചെയ്ത് നൽകാമെന്നാണ് അറിയിച്ചിരിക്കുന്നതെങ്കിലും ഇന്നും നാളെയുമായി വിസ കാലാവധി തീരുന്നവർക്ക് അത് വലിയ തരത്തിലുള്ള പ്രതിസന്ധിയായി മാറും. സ്വാഭാവികമായി ഇവിടെ നിന്ന് ഇനി ടിക്കറ്റ് എടുക്കുന്നുള്ള ഒരു ഓപ്ഷനും അവർക്ക് ബാക്കിയാകുന്നില്ല. അത് തന്നെയാണ് ഈ പ്രതിസന്ധിയുടെ ആക്കം വർദ്ധിപ്പിക്കുന്നത്. പക്ഷേ പ്രതിസന്ധി ഇങ്ങനെ രൂക്ഷമായി തുടരുമ്പോഴും എയർ ഇന്ത്യയുടെ മാനേജ്മെന്റ് ഒരു തരത്തിലുള്ള വിട്ടുവീഴ്ചയ്ക്കും തയ്യാറല്ല എന്ന ഒരു തീരുമാനം തന്നെയാണ് നമുക്ക് അറിയാൻ കഴിയുന്നത്. അങ്ങനെയാണെങ്കിൽ ഏതാനും ദിവസങ്ങൾ കൂടി ഈ പ്രതിസന്ധി ഇങ്ങനെ തന്നെ തുടരാനാണ് സാധ്യത. വ്യക്തമാണ് ഡാൻ കുര്യൻ. എയർ ഇന്ത്യ ജീവനക്കാരുടെ സമരം തുടരുകയാണ്. ഒപ്പം മാനേജ്മെന്റും വിട്ടുവീഴ്ചയ്ക്ക് തയ്യാറല്ല, വലയുന്നത് യാത്രക്കാരാണ്. വിവരങ്ങൾ നൽകിയത് MG മിഥുനും ഡാനി പോളും ഡാൻ കുര്യനും. മറ്റു വാർത്തകൾ